രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ മൊത്തം എണ്ണവും BJPക്ക് വോട്ട് കൊടുക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് നിൽക്കുക. BJPക്ക് വോട്ട് കൊടുക്കുകയും ചെയ്യും. ഇവന്മാർ ഈ ചെന്നിത്തല നിൽക്കുന്നിടത്തും മറ്റേ എന്റെ പൊന്നെ, ആ ബീപ്പ് അവിടെ വളരെ നന്നായി അല്ലേ? ഒരു സാധാരണക്കാരന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കുഞ്ഞുമരത്തെ ഒരു വടവൃക്ഷമാക്കി വളർത്തിയെടുത്ത എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാ കോൺഗ്രസ്സുകാർക്കും ഒരുപാട് നന്ദി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. ആദ്യമായി ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്നൊരു സംഗതി കാണാൻ കിട്ടും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിൽ പല തെമ്മാടികളുടെയും തെമ്മാടിത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരുത്തനെ അങ്ങോട്ട് പൊക്കിയെടുത്ത് നടുക്കോട്ട് നിർത്തുന്നു. എന്നിട്ട് അവൻ ഇച്ചിരി കോഴിയാണ്, അല്ലാതൊന്നും പറയുന്നില്ല. അവൻ കാണിച്ച പല കോഴിത്തരത്തിൻ്റെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ അങ്ങോട്ട് തേടി പിടിച്ചെടുക്കുന്നു. എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഓരോരോ മാസം കൂടുമ്പോഴത്തേക്ക് ഓരോരുത്തരെ കൊണ്ട് പീഡന പരാതി. എന്താടേ ഇവിടെ നടക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്ക് ഇച്ചിരി കോഴിത്തരമുണ്ട്. പുള്ളിയോട് ചോദിച്ചു, ഈ പരാതിക്കാരെ അറിയാമോ? അറിയാം. ആ പരാതിക്കാരെ അറിയാമോ? അറിയാം. ഈ പരാതിക്കാര് എനിക്കറിയാന്നേ. അറിയത്തില്ല എന്നൊന്നും അല്ലല്ലോ പുള്ളി പറഞ്ഞത്. പിന്നെ പുള്ളി വല്ല പരിപാടികളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ പരിപാടിയിൽ അപ്പുറത്തുനിന്നും കൂടെ ഒരാൾ വന്നിട്ടുണ്ടേ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയം, വേറെ ചില ചേട്ടന്മാരുടെ ഉടായ്പകൾ മുക്കാനല്ലേ ഇടയ്ക്ക് ഓരോരോ പരാതിയും കൊണ്ട് ഇവിടെ ഓരോരുത്തരെ ഇറക്കുന്നതെന്നൊരു സംശയം ഏതൊരാൾക്കും തോന്നും. കേരളത്തിലെ എല്ലാ ജനത്തിനും ഇപ്പം ആ സംശയം തോന്നി തുടങ്ങി. അത് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. എൻ്റെ പിണുമാമ, ഇനിയെങ്കിലും നിർത്ത്. മനസ്സിലായോ? കേരള ബഡ്ജറ്റൊക്കെ നമ്മളറിഞ്ഞു. എവിടെയാണ്? കണ്ണൂരൊരു മൃഗശാലയ്ക്ക് 4 കോടി. തളിപ്പറമ്പിൽ നിന്ന് ഏതാണ്ട് 39 കിലോമീറ്റർ അല്ലേ ഉള്ളൂ പിണറായിക്ക്. അല്ലേ പിണുമാമോ? പെട്ടെന്ന് എത്തിക്കാല്ലേ? എത്തിച്ചോ പിണുമാമ, എത്തിച്ചോ. പാവം മണ്ടന്മാര് ജനങ്ങള്. പിണുമാമ പക്ഷെ ഇവിടെ കളി മൊത്തം ഒന്ന് പാറി കളിക്കുവാണല്ലോ പിണുമാമോ. ഇപ്പൊ നമ്മുടെ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഉണ്ടല്ലോ, അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ മാങ്കൂട്ടത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ഒരു പരാതിയൊക്കെ കിട്ടിയായിരുന്നു ചേച്ചിക്ക്. ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. കൂടാതെ ഒരു വ്യക്തി, ഒരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺഗ്രസ്സിലെ പ്രവർത്തകനാണ് അദ്ദേഹം. തന്നെ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അതേ കോൺഗ്രസ്സിലുള്ള ചില ചേട്ടന്മാർക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്, നല്ല വ്യക്തമായിട്ട് കൊട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആണല്ലോ, ഇപ്പോഴും അങ്ങനെയാണ്. പാർട്ടി പുറത്താക്കി നിൽക്കട്ടെ അവിടെ. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാങ്കൂട്ടത്തിൽ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയല്ലേ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ. ഈ പാർട്ടി ഇപ്പൊ ഭരിക്കാതെ അപ്പുറം നിൽക്കുക. ഭരിക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരാ. നമ്മുടെ മാങ്കൂട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടിയിലല്ല, അപ്പുറത്തെ പാർട്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റിൽ അവിടെ നിൽക്കുക. അതായത് ആ സമയത്താണ് മാങ്കൂട്ടത്തിൽ ഈ പരിപാടി കാണിക്കുന്നതെങ്കിൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളയുവോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചേട്ടന്മാര്? ചെയ്യത്തില്ലടേ. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ആ പരിപാടി കാണിക്കുന്നത്? പേടിയാണോ ആരെങ്കിലും? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇച്ചിരി പേടിയുള്ള പോലൊക്കെ തോന്നുന്നുണ്ടേ. അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്, കേൾപ്പിക്കാൻ ഞാൻ. അതിനു മുമ്പ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി.
ദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് ഈ അടുത്ത കാലം വന്നു അല്ലേ? CPI-യിലായിരുന്നു. അവിടുത്തെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു, വിവാദത്തിലായി. ഇപ്പൊ സമാധാനം ഉണ്ടോ ജീവിതത്തില്? വളരെയധികം സമാധാനമുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ചെന്ന് രാഹുലിന്റെ കാര്യം പറഞ്ഞ പ്രശ്നത്തിലായില്ലേ? ഇല്ല, അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അത് പിൻവലിച്ചോ? ഇല്ല, പാർട്ടി പറഞ്ഞില്ലേ പിൻവലിക്കാൻ പറഞ്ഞില്ല, വിശദീകരണം ചോദിച്ചിരുന്നു, വിശദീകരണം കൊടുത്തു. പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു. അവിടെ നിൽക്കട്ടെ. ശ്രീകണ്ഠൻ നായർ സാറേ, ഒരു ഡൗട്ട്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് വലിയ പ്രശ്നമാണോ സാറേ? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അതെന്താ സാറേ അതൊരു പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നത്? അതെന്തുകൊണ്ട് അങ്ങനെ? നിങ്ങളുടെ മാധ്യമം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന പല ചാനലുകളുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ അജണ്ട എന്താണ്? മാങ്കൂട്ടത്തിൽ അകത്ത് കിടക്കണം, അവനെ അവിടെ ഇട്ട് അങ്ങ് തീർക്കണം, അവൻ പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം ഇനി അവൻ പുറത്തിറങ്ങിയ പ്രശ്നമാണ്, ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം ജനങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ ഐഡിയ കിട്ടി തുടങ്ങി, മനസ്സിലായോ? അവൻ ഇനിയും വളരും, എല്ലാവർക്കും അത് പണിയാവും. അതല്ലയോ ആ അജണ്ട? അതുകൊണ്ട് തന്നെ അവനെ അങ്ങോട്ട് ക്ലോസ്, അവൻ ഇനി പൊങ്ങണ്ട. പക്ഷെ സാറേ കയ്യിൽ നിന്ന് പോയിരിക്കുക മൊത്തത്തിൽ. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടി ഏതാണ്ടൊക്കെ. പ്രത്യേകിച്ച് ഇപ്പം കേരള ബഡ്ജറ്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർത്തിയായി, സമാധാനം, സംതൃപ്തി. അയ്യോ, ബഡ്ജറ്റൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ നിങ്ങൾ? അതവിടെ നിൽക്കട്ടെ, മാറ്റി വെക്കാം, നമുക്ക് ഇത് കേൾക്കാമേ, എന്നിട്ട് ബാക്കി. തൃപ്തികരമായിരുന്നു പാർട്ടിക്ക് അത്? താങ്കൾക്കല്ല, പാർട്ടിക്ക് തൃപ്തികരമായിരുന്നു. കുഴപ്പമില്ല അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് ഹോൾ തരംഗം പുള്ളിക്കെതിരായിപ്പോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയം തഴക്കവും പഴക്കവും ഉള്ള ഒരാൾ മാങ്കൂട്ടത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഇറങ്ങിയതിന്റെ പിന്നിൽ എന്തായിരുന്നു ചേതോവികാരം? എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച്, ഞാൻ പരാതിക്കാരെക്കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലല്ലാതെ ഇതിന്റെ ചില ഫോർഫ്രണ്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചിലതേക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ മണ്ടരാണ് എന്ന് ധരിക്കരുത്. ഇതത്രേ ഉള്ളൂ എനിക്ക് പറയാനും. കേരളത്തിലെ എല്ലാ ജനങ്ങളും മണ്ടന്മാരാണെന്ന് മെയിൻ സ്ട്രീം ചാനലുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ, മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും വിചാരിക്കല്ലേ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ. ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് വിശദീകരിച്ച് തരുന്ന കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതിനകത്തുനിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായോ? പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മൊത്തം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പരിപാടിയുടെയൊക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അഭിപ്രായങ്ങൾ പറയാതെ പോകരുതേ. ഞാൻ ഒരുപാട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്, രാഹുൽ 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 മറ്റേ ഹാർട്ടും ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരും കോൺഗ്രസിലുള്ളവരും എന്തിനാ BJP-ക്കാർ പോലും സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം മനസ്സിലായി ആരുടെയൊക്കെയോ പല ഉടായ്പകളും വെളി വരരുത്. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഉടനെ രാഹുലിന്റെ കേസ്, ഉടനെ രാഹുലിന്റെ അടുത്ത പരാതിക്കാരി. എന്തുവാ ഇത്? നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെ അവർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, പരാതിക്കാരികളെ പറ്റിയിട്ടല്ല, അവര് തെറ്റാണെന്നോ ശരിയാണെന്നോ അവർ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പുറകിലുള്ള അജണ്ട, ആർക്കൊക്കെയോ ആരോടോ തീർക്കാനുള്ള വൈരാഗ്യം പിടികിട്ടിയല്ലോ, അതിവിടെ ഉപയോഗിക്കുന്നു നല്ല വൃത്തിക്ക്. കൂട്ടത്തിൽ ആരുടെയൊക്കെയോ എന്തൊക്കെയോ തെമ്മാടിത്തരങ്ങൾ മുങ്ങിപ്പോണം, അതിന് മാങ്കൂട്ടത്തിൽ മതി എന്നങ്ങ് ഉറപ്പിച്ചു. ഇതത്രേ ഉള്ളൂ, ബാക്കി കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പം സർ ഉൾപ്പെടെ 24 ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുകയും എല്ലാവരും ബൈറ്റ് തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ, യാതൊരു മൊറാലിറ്റിയോ യാതൊരു ക്യാരക്ടറോ ഇല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും കേരള സമൂഹത്തെ, അല്ലെങ്കിൽ എല്ലാവരും മണ്ടരാണ്, പ്രബുദ്ധത തീരെ ഇല്ലാത്തവരാണ് എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു മാനിപ്പുലേഷനിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രതികരിക്കേണ്ട ഒരാളാണ് എന്ന് ധാർമ്മികമായി വിശ്വസിക്കുന്നു. പിന്നെ ആ വിശ്വാസം നല്ലതാണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഈ അതിജീവിത എന്നല്ലേ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റൂ, ഈ അതിജീവിതയുടെയൊക്കെ ചില വോയിസ് ഒക്കെ കേട്ട ഒരാളാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്കും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വോയിസിലൊക്കെ പറയുന്നതിൻ്റെ ഒരു 25% സത്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്കൂട്ടത്തിൽ കൂടെ വയ്ക്കാവുകയില്ല. ആ വിഷയത്തിൽ സാർ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും പരാതിക്കാരെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിയമത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ്, ആ കേസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വിടുന്നു. നമ്മളിപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ശ്രീനാദേവി നമുക്ക് വിളിക്കാം.
അതാ നല്ലത് കേട്ടോ, കൂടുതൽ പറയിപ്പിക്കണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, 25% രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ രാഹുലിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. രാഹുലിന്റെ കൂടെ നിൽക്കണ്ട പോട്ടെ, രാഹുലിന്റെ കൂടെ നിൽക്കണ്ട, രാഹുലിനെ പിടിച്ച് ജയിലിലിട്, കൊല്ലി, എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കും. പക്ഷെ ഈ സമയത്ത് പല വൃത്തികേടുകളും ഇവിടെ മുങ്ങിപ്പോകുന്നു. അതിനാരുത്തരം പറയും? എണ്ണി പറയണോ? നമ്മുടെ വലിയ തലപ്പത്ത നേതാവിൻ്റെ, നമ്മുടെ വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു മോളുണ്ടല്ലോ, കുഞ്ഞുവാവ കുറെ കോടികൾ മുക്കിയതിൻ്റെ ഒരു എവിടെയാ അതൊക്കെ? എവിടെയാത്? സ്വാമി ശരണം അയ്യപ്പൻ്റെ എവിടെ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? എവിടെയാ അതൊക്കെ? എവിടെയാ വാർത്തയൊക്കെ? എവിടെ? എന്ത് സംഭവിച്ചു അതിനൊക്കെ? നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? ആർക്കും? ഈ ചാനലിനെ അല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇവിടുത്തെ എല്ലാവരെയും കൂടെ അങ്ങ് പറയുക. എവിടെ? അതൊന്നും റിപ്പോർട്ട് ചെയ്യണ്ടേ? ഈ 25% അവൻ തെറ്റിയതുകൊണ്ട് അവൻ്റെ പുറകെ ഡെയിലി രാവിലെ കമ്പും കോലും എടുത്തോണ്ട് ഓറ അടിക്കട്ടാ, അതിൻ്റെ കുണ്ടിക്കെട്ട് അടിക്കട്ടാ എന്നും പറഞ്ഞ് അവൻ്റെ പുറകെ അങ്ങ് പോവുകയാണോ? ഞാനതാണ് തുടക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, മാങ്കൂട്ടത്തിൽ മറ്റേ പുണ്യാത്മാവെന്നും ഞാൻ പറയുന്നില്ല, കോയിയാണ്, കൊക്കരോ കോയിയാണ്. പിടികിട്ടിയോ എന്ന് വെച്ചിട്ട് അല്ല, ഇവിടെ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂടെ കോഴി? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കേരളത്തിൽ എന്താ വേറെ കോഴികളൊന്നും ഇല്ലേ? 1, 2, 3, 4 പെമ്പിള്ള പുറകെ നടക്കുന്ന ആരും ഇല്ലേ? പെമ്പിള്ളാരുടെ പുറകെ ഉണ്ടല്ലോ, ഉണ്ട്, ഇഷ്ടം പോലെ കാണും. പിന്നെ മാങ്കൂട്ടത്തിൽ, വയ്യൊള്ളി മാങ്കൂട്ടത്തിൽ, അതാണ് എൻ്റെ ചോദ്യം. രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക് തന്നെ ഇല്ലേ? ബാക്കി എല്ലാവരെയും വിടും, നമ്മൾ സാധാരണക്കാരെയൊക്കെ വിട്ടേക്കേ, പാവങ്ങൾ, ആർക്കും ഒരു ഉപദ്രവം കൊടുക്കാതെ കുറേ പേര് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ. രാഷ്ട്രീയക്കാർ, നമ്മുടെയൊക്കെ കപ്പം കൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ, അവരുടെ ഇടയ്ക്കില്ലേ കോഴികൾ? ഈ കമ്മ്യൂണിസ്റ്റിലും ഈ കോൺഗ്രസിലും എല്ലായിടത്തും ഇല്ലേ? പിന്നെന്താ വയ്യൊള്ളി മാങ്കൂട്ടം? ചോദ്യം ചോദിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ചേട്ടന്മാരെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരുത്തനെ ഇങ്ങനെ സ്ഥിരം ടാർഗറ്റ് ചെയ്ത് എന്തൊരു പ്രശ്നം, ഇപ്പം ഞാനാണെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഒരുത്തരെ ടാർഗറ്റ് ചെയ്ത് അവനെ പുൾ ഔട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരു ദിവസം ജനങ്ങൾ മനസ്സിലാക്കും ഞാൻ എൻ്റെ തെമ്മാടിത്തരം മുക്കാൻ വേണ്ടിയാണ് വേറൊരുത്തനെ എപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അധപ്പതനം തീരും. ജനങ്ങൾക്ക് കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടി തുടങ്ങി. ഇനിയും ഈ പരിപാടിയും കൊണ്ട് മുന്നോട്ട് പോയാൽ പണി പാളും. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ കൂടെ ഉള്ളവനെ തള്ളിക്കളയുന്ന കോൺഗ്രസിൻ്റെ ഈ തെണ്ടിത്തരം, അത് മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് നിലനിൽപ്പുണ്ടാവത്തില്ല. ഓക്കെ, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ചില കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വളച്ച് ഒടിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇത് കേരളത്തിലുള്ള എല്ലാ പാർട്ടിയിലെയും, അല്ലെങ്കിൽ ഒരു പാർട്ടിയില്ലാത്ത എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. മനസ്സിലായോ? ഞാനതാ തുടക്കത്തിലെ ഒന്ന് സൂചിപ്പിച്ചു പോയത്. ഇപ്പം മാങ്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റിനകത്തായിരുന്നെങ്കിൽ അവന്മാർ പൊതിഞ്ഞു വെച്ചേനെ, ഒന്നുമില്ല, എങ്ങോട്ടും തള്ളിപ്പറയത്തില്ല, മിണ്ടിക്കത്തില്ല, വേറെ ആരെ കൊണ്ടും മിണ്ടാൻ സമ്മതിപ്പിക്കത്തില്ല. മനസ്സിലായോ? ഇവിടെയാണ് കോൺഗ്രസിന് പണിവാളി പോകുന്നത്. എന്തെങ്കിലും ഒന്ന് വന്ന ഉടനെ അവൻ സീനാണ്, അവൻ ഇനിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഇനി നമുക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് പ്രിയപ്പെട്ടവരെ കാര്യം മനസ്സിലാവും. അതായത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. മാക്സിമം അതുകൊണ്ട് മുക്കി അടിച്ചുകൊണ്ട് വീട്ടിൽ കയറാനുള്ള പരിപാടിയൊക്കെ ഇപ്പം ബഡ്ജറ്റിനകത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? മാമൻ ഏതാണ്ട് കാര്യമൊക്കെ പിടികിട്ടി. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യവും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗോപിയാവും. പിന്നെ BJP, ഞാനല്ല പറയുന്നത്, ഈ കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നൊന്ന് നിങ്ങൾ കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പത്തനംതിട്ട ജില്ലക്കകത്തിൽ മയിലാടുംപാറ മലയാളപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് മയിലാടുംപാറ, പേര് രഘു, മയിലാടുംപാറ INTUCയുടെ കൺവീനറും സേവാദളിന്റെ ഓൾ ഇന്ത്യൻസുമാണ് ഞാൻ. എൻ്റെ 14ാമത്തെ വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. 14ാമത്തെ വയസ്സ് എൻ്റെ സമയകാലത്ത് അന്ന് എനിക്കൊരു കേസുണ്ടായി. ആ കേസ് സമയത്ത് അന്ന് റഹീം സാറായിരുന്നു കേന്ദ്രമന്ത്രിയായിട്ടിരുന്നത്. ആ പുള്ളിക്കാരനാണ് അന്ന് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ സമയം മുതൽ ഇന്ദിരാഗാന്ധിയെ 12 സല്യൂട്ട് സ്വീകരിച്ചാണ് ഞാൻ. സേവാദളുകാരനും രഘു മയിലാടുംപാറ. ലോകത്തിന് ഈ KM പറയാം, KM മുരളീധരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മസുഹൃത്താണ്. എൻ്റെ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയുമാണ്. പക്ഷെ ആ മുരളിച്ചേട്ടൻ പോലും പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അതിനകത്ത് മുരളിച്ചേട്ടനെ ഞാൻ വിളിക്കും, മിക്കവാറും വിളിക്കും. ഞാൻ, അജീബ,
അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അന്ന് താലൂക്കാണ്. പത്തനംതിട്ട താലൂക്കിൽ നിന്ന് അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ വിൽസൺ പിച്ചാക്കയായിരുന്നു. അന്നത്തെ കാലം മുതൽ ഇന്ന് വരെയും കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നു. പിന്നെ കെ കരുണാകരനും കൂടെ കൂടി എൻ്റെ അച്ഛൻ അയ്യോ ഏയോ ഉള്ളത് എനിക്കില്ല. എനിക്ക് കെ കരുണാകരൻ ലീഡറോട് വലിയ ഇഷ്ടമായിരുന്നു. മുരളിച്ചേട്ടനോട് അതുപോലെ തന്നെ ഇപ്പോഴും മുരളിച്ചേട്ടൻ ഞാൻ വിളിച്ചാൽ എടുക്കും, എന്ത് കാര്യത്തിനും വിളിച്ചാലും എടുക്കുന്ന അങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നു. ഈ രാഹുലിനെയും ഈ ഷാബി പറമ്പിലിനെയും ഇവരെല്ലാം കോൺഗ്രസിനകത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിന്നതിന് എൻ്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമുണ്ട്. ചാച്ച അച്ഛൻ പോയിട്ട് 50,000 രൂപ എൻ്റെ മോൻ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ കുബേറ്റിൽ നിന്ന്. എൻ്റെ മോൾ 50,000 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്തുവാ അറിയാവോ? സതീശനെയും ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന KM എനിക്ക് വേണ്ടി പേപ്പർ കൊടുത്തു വിട്ട് ഞാൻ രമേശൻ തമ്പി പോയനെ അവിടെ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തിച്ച് പോകുന്നേ ഉള്ളൂ. പത്തനംതിട്ടയിൽ രഘു മയിലാടുംപാറ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കക്ഷിയാണ് ഞാൻ, രഘു മയിലാടുംപാറ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സതീശൻ സീറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, ഈ രമേശും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോനും മരുമോളും കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും എനിക്ക് 50,000 1,00,000 രൂപ അയച്ചു തരാമെന്ന് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഈ സതീശനും വേണ്ടി എതിരായിട്ട് പോയി അവിടെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആച്ചാൻ വിളിച്ചോണ്ട് പോയാലെ കൊണ്ടും പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് മാത്രമല്ല, എൻ്റെ കൂടെ അന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 250 പേര് ഞങ്ങൾ പോകാനെ കൊണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. സതീശൻ മാമോ, ചെന്നിത്തലക്കുട്ട 3G ആവും. ഇങ്ങനെ പോയാൽ 3G ആവും. കൂടുതലൊന്നും ഞാൻ പറയാനില്ല, എല്ലാവരും കേട്ടല്ലോ കാര്യങ്ങൾ. കോൺഗ്രസിനകത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ കലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ് മൊത്തത്തിൽ 3G ആകും കേട്ടോ. നമ്മുടെ പിണുമാമൻ്റെ കുട്ടികളൊന്നും അയ്യോ സന്തോഷിക്കല്ലേ ഒരുപാട്, അത് നേരത്തെ പോയി, മനസ്സിലായോ? ആ പാർട്ട് തീർന്നു. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പാർട്ട് മുറിച്ച് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമല്ലേ? സത്യമാണെങ്കിൽ ഒന്ന് പറയണേ. സത്യമാണെങ്കിൽ, അസത്യമല്ല, സത്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. എനിക്ക് തോന്നുന്നു എല്ലാവരും അത് പണ്ടേ മുറിച്ച് മാറ്റി. ഇപ്പൊ ഇതും ഏതാണ്ടൊക്കെ മുറിച്ച് മാറ്റും. പിന്നെ തുടക്കത്തിൽ ഈ ചേട്ടൻ പറയുന്നതാണ് ഞാൻ കേൾപ്പിച്ചതേ, BJPക്ക് മിക്കവാറും അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം രണ്ട് കുട്ടന്മാരും, അതായത് രണ്ട് പാർട്ടി, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മൊത്തത്തിൽ ജനങ്ങളെ വലിച്ചിക്കൊണ്ട് കീറി വെച്ചേക്കുവാണെന്ന് മനസ്സിലായി. ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും അവനെ തീർക്കുക, മനസ്സിലായോ? അവൻ വളരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അവൻ്റെ വളർച്ച ഇനിയും കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ആയിരിക്കുമോ കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കുമോ, അതോ കമ്മ്യൂണിസ്റ്റുകാർ വെട്ടി കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസും വലിച്ച് ആ ഒരവസ്ഥയിൽ ഇനി മാങ്കൂട്ടം എങ്ങാനും BJPയിൽ കയറിയാൽ കളി മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് കേരള രാഷ്ട്രീയം തീരെ പ്രെഡിക്റ്റഡ് അല്ലല്ലോടെ. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ജനങ്ങൾ മണ്ടന്മാരല്ല, പ്രതികരിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ഒരു പ്രതികരണമാണ്, മനസ്സിലായോ? നൈസായിട്ട് അങ്ങോട്ട് താങ്ങിത്തരും, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ കുത്തലുണ്ടല്ലോ, ഈ കുത്തൽ ഇനി കുത്തത്തില്ല, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു മൊത്തം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.